طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു വന്നത് സലഫുകളുടെ സ്വഭാവത്തെ പറ്റിയിട്ടാണ്. പ്രത്യേകിച്ച് സ്വഹാബത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെ പറ്റിയിട്ട്. വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും. അദ്ദേഹത്തിനോടൊപ്പമുള്ളവർ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒപ്പമുള്ളവർ സ്വഹാബികൾ അശിദ്ദാഉ അലൽ കുഫാർ, കുഫാറുകളോട് കഠിനമായി വർത്തിക്കുന്നവരാണ്. അതാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത്. അവരുടെ സ്വഭാവത്തിൻ്റെ രണ്ടാമത്തെ സവിശേഷത റുഹമാഉ ബൈനഹും, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങേയറ്റം കാരുണ്യം, ദയാവായ്പ് വെച്ച് പുലർത്തുന്ന ആളുകളാണ്. റുഹമാഉ ബൈനഹും വിശ്വാസികളുടെ സ്വഭാവമാണ്. അവർക്കിടയിൽ പരസ്പരം കാരുണ്യം വെച്ച് പുലർത്തുന്ന, ദയാവായ്പ് വെച്ച് പുലർത്തുന്ന സ്വഭാവം അവർക്കുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കണം. അപ്പം സ്വഹാബികളുടെ വിശ്വാസം നമ്മുടെ വിശ്വാസമാകുമ്പോൾ നാം രക്ഷപ്പെടും. സ്വഹാബികളുടെ നിലപാട് നമ്മുടെ നിലപാടാകുമ്പോൾ നാം രക്ഷപ്പെടും. അതുപോലെ തന്നെ സ്വഹാബത്തിൻ്റെ സ്വഭാവം
നമ്മുടെ സ്വഭാവം കൂടിയാകുമ്പോഴാണ് രക്ഷപ്പെട്ട കക്ഷിയുടെ സവിശേഷതകൾ നമ്മിൽ പൂർണ്ണമാവുകയുള്ളൂ. അതല്ലാതെ വിശ്വാസരംഗത്ത് മാത്രം വിശ്വാസരംഗത്ത് സഹാബികളുടെ കാര്യത്തിൽ സൂക്ഷ്മതയുണ്ട്. അവരെങ്ങനെ വിശ്വസിച്ചോ അങ്ങനെ വിശ്വസിക്കൂ. അവർ വിശ്വസിച്ചതെല്ലാം വിശ്വസിക്കും. അത് തള്ളിക്കളയാനോ അത് വിമർശിക്കാനോ മാറ്റിവെക്കാനോ ഒന്നിനില്ല. സഹാബികൾ എങ്ങനെയാണോ വിശ്വാസരംഗത്ത് അഖീദയിൽ എങ്ങനെ നിലകൊണ്ടോ അങ്ങനെ നിലകൊള്ളും. പക്ഷെ സ്വഭാവത്തിലോ ഇസ്ലാം ഒരു മനുഷ്യനെ പരിവർത്തിപ്പിക്കുന്നത് വിശ്വാസം കൊണ്ട് മാത്രമല്ല. വിശ്വാസത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇസ്ലാമിൻ്റെ പരിവർത്തനം ആരംഭിക്കുന്നത് വിശ്വാസത്തിൽ നിന്നാണ്. വിശ്വാസമുണ്ടെങ്കിലേ സ്വഭാവപരമായ സാംസ്കാരികമായിട്ടുള്ള പരിവർത്തനം മനുഷ്യന് സാധ്യമാകൂ എന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഇസ്ലാം ഒന്നാമത്തെ വിശ്വാസത്തിന് പ്രാധാന്യം കൊടുത്തത്. അള്ളാഹുവിനെ പറ്റിയിട്ട് ഓർമ്മയുള്ളവനോടാണ് ബാക്കി കാര്യങ്ങൾ സംസാരിച്ചിട്ട് കാര്യമുള്ളോ. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിൻ്റെ വിചാരണയിൽ വിശ്വസിക്കുന്ന, ആ വിചാരണ സത്യമാണ് എന്ന് ഉറച്ച ബോധ്യമുള്ളവനോടാണ് അള്ളാഹുവിനെ പറ്റി മറ്റു കാര്യങ്ങളിൽ അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അത് സ്വീകരിക്കാനുള്ള മാനസികമായിട്ടുള്ള വളർച്ചയിലേക്ക് മനുഷ്യൻ വരൂ. അതുകൊണ്ട് ഇസ്ലാം ഒന്നാമത്തത് വിശ്വാസത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. ആ വിശ്വാസം സ്വീകരിച്ച് ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസധാരകൾക്കൊപ്പം ചലിച്ച് മുന്നോട്ട് പോയവന് അടുത്തത് അള്ളാഹു കൊടുക്കുന്നത് എന്താ? സ്വഭാവമാണ്. മനുഷ്യനെ പരിവർത്തിപ്പിക്കണമെങ്കിൽ മനുഷ്യൻ്റെ സ്വഭാവത്തെ പറ്റിയിട്ട് അതിനെ തൊടാതെ വെറും വിശ്വാസത്തെപ്പറ്റി മാത്രം, ഈമാനെപ്പറ്റി മാത്രം പറഞ്ഞാൽ പറ്റുമോ? ഒരാൾ പരിവർത്തിക്കപ്പെടണമെങ്കിൽ നമ്മൾക്ക് മറ്റൊരാളെ അനുഭവിക്കാൻ കഴിയുന്നത് എന്താണ്? നമുക്കൊരാളെ അനുഭവിക്കാൻ കഴിയുന്നത് അയാളിൽ നിന്നുള്ള എന്താണ്? വിശ്വാസമാണോ? ഒരാളുടെ മനസ്സിൽ അയാളുടെ ഈമാൻ അപരൻ അനുഭവിക്കാൻ കഴിയുമോ? അപരൻ അത് അനുഭവിക്കാൻ കഴിയില്ല. ഈമാൻ അവനുമായി ബന്ധപ്പെട്ടതാണ്, അവൻ്റെ ഹൃദയത്തിലുള്ളതാണ്. ഒരാളുടെ അനുഷ്ഠാനങ്ങൾ മറ്റൊരാൾക്ക് ആസ്വാദ്യമാകുമോ? മറ്റൊരാൾക്ക് അനുഭവവേദ്യമാകുമോ? എൻ്റെ വസ്ത്രം നിങ്ങളെന്താണ് സ്വാധീനിച്ചത്? നിങ്ങൾക്ക് എന്താശ്വാസമാണ് നൽകിയത്? എൻ്റെ താടി നിങ്ങൾക്ക് എന്താശ്വാസമാണ് നൽകിയത്? എൻ്റെ അനുഷ്ഠാനങ്ങൾ അതൊരിക്കലും നിങ്ങളെ സ്വാധീനിക്കുന്നില്ല. എന്നാൽ നിങ്ങളെ സ്പർശിക്കുന്ന എൻ്റെ ഒരു മേഖലയുണ്ട്. അതെന്താ? എൻ്റെ സ്വഭാവമാണ്. ആ സ്വഭാവം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. എൻ്റെ വിശ്വാസമോ അനുഷ്ഠാനമോ നിങ്ങൾക്ക് നേർക്കുനേരെ അനുഭവിക്കാൻ സാധ്യമല്ലെങ്കിലും ആ വിശ്വാസത്തിൽ നിന്നും അനുഷ്ഠാനത്തിൽ നിന്നും രൂപപ്പെടുന്ന എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ആ സ്വഭാവത്തെ ഇസ്ലാം കണിശമായി പരാമർശിച്ചിട്ടുണ്ട്. ആ സ്വഭാവത്തെ ഇസ്ലാം കണിശമായി ഗൈഡൻസ് നൽകിയിട്ടുണ്ട്. വിശ്വാസിയുടെ സ്വഭാവം അല്ലാഹ് തീരുമാനിച്ചിട്ടുണ്ട്. പാളിച്ചകൾ വരും, പക്ഷെ എൻ്റെ സ്വഭാവം അല്ലാഹ് തീരുമാനിച്ചതാണ്. അതിനനുസരിച്ച് പരിവർത്തിപ്പിക്കാനുള്ള പരിശ്രമമാണ് എൻ്റെ ജീവിതം. അല്ലാതെ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കാനല്ല. വിശ്വാസി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ഇഷ്ടക്കേടുകൾ അത് മാത്രം പരിഗണിച്ച് ജീവിക്കാനുള്ളതല്ല. മറിച്ച് എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് ഞാൻ മടങ്ങണം. ആ ഇഷ്ടമാണ് എൻ്റെ ലൈഫിൽ ഉണ്ടാവേണ്ടത്. ആ ഇഷ്ടമാണ് എൻ്റെ ലൈഫിൽ ഉണ്ടാവേണ്ടത്. ആ ഇഷ്ടം നടപ്പാക്കാനുള്ള പരിശീലനമാണ് ഈ ലോകം. ഈ ലോകത്ത് ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാതെ എൻ്റെ ഇഷ്ടം നടപ്പാക്കാനല്ല. സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ ഈ ലോകത്തെ ഏത് മൃഗത്തിനും പറ്റും. സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും നായ വല്ലവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നുണ്ടോ? ഏതെങ്കിലും മൃഗം വല്ലവൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നുണ്ടോ? ഇല്ല, അവരുടെ ഇഷ്ടത്തിനാണ്. അപ്പോൾ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്നു. ഞാൻ എൻ്റെ നയങ്ങൾക്കും എൻ്റെ ഇഷ്ടങ്ങൾക്കും എൻ്റെ നിയമങ്ങൾക്കും അനുസരിച്ച് ഞാൻ ജീവിക്കൂ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ജീവിതവും ഒരു നായയുടെ ജീവിതവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടു കൂട്ടർ ഒരേപോലെ സ്വന്തം ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ഇഷ്ടത്തിനല്ല. നമ്മുടെ സ്വഭാവം ഉണ്ടാകേണ്ടത്, രൂപപ്പെടേണ്ടത് നമ്മുടെ ഇഷ്ടത്തിനല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനാണ്. അതാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ ക്ലിയറായി മനസ്സിൽ സ്വീകരിക്കേണ്ട നമ്മുടെ നിലപാട്. അതിനനുസരിച്ച് പരിശ്രമം ഉണ്ടാവണം. ഞാൻ പറഞ്ഞത് വീഴ്ചകൾ വന്നേക്കും.
അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാ സൽസ്വഭാവങ്ങളും സദാസമയം ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ മനുഷ്യനെന്ന ദുർബലനായിട്ടുള്ള ജീവിക്ക് സാധിക്കണമെന്നില്ല. പക്ഷേ പരമാവധി അള്ളാഹുതാണല്ലോ പറഞ്ഞത്, ഫത്തഖുല്ലാഹ മസ്തതഅതും, നിനക്കൊക്കെ എത്ര കഴിയുമോ അത്രക്കും പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് നീ ജീവിച്ചോളണം. അള്ളാഹു നമ്മോട് പറഞ്ഞതാ. അത് സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ വരാതെ, സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ റുഹമാഉ ബൈനഹും, പരസ്പരം മുസ്ലിമീങ്ങൾക്കിടയിൽ റുഹമാ ഇല്ലാതെ സ്വഹാബത്തിൻ്റെ ദറജയിലേക്ക് വരാൻ പറ്റൂല. ആളുകളിപ്പോൾ ഞങ്ങളാണ് സലഫിൻ്റെ മാർഗത്തിൽ നിന്നാണ് പറഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ എത്രയോ കക്ഷികളാ സലഫിൻ്റെ മാർഗത്തിൽ ഞങ്ങളാണ് എന്ന് പറയുന്ന കക്ഷികൾ. എല്ലാവരും ഞങ്ങൾ സലഫിൻ്റെ മാർഗത്തിലാണ്, ഞങ്ങളാണ് സഹാബികളുടെ മാർഗത്തിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും സംസാരിക്കുന്നത് അഖീദയെ പറ്റി മാത്രമായിരിക്കും, വിശ്വാസത്തെപ്പറ്റി മാത്രമായിരിക്കും. സ്വഭാവത്തെ പറ്റിയിട്ട് ആരും സംസാരിക്കൂല. ഞങ്ങളാണ് സഹാബികളുടെ മാർഗത്തിൽ, ഞങ്ങളെ സ്വഭാവം നോക്കൂ എന്നാരും പറയില്ല. കാരണം എന്താ? സ്വഹാബത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷത റുഹമാഉ ബൈനഹും, അവർക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ കാരുണ്യം അവർ നിലനിർത്തിയിരുന്നു. ദയയോടെ, ദയാവായ്പോടെ, ആർദ്രതയോടെ പരസ്പരം ജീവിക്കുവാൻ അവർ പരിശ്രമിച്ചു. അത് അവരുടെ ഒന്നാമത്തെ സവിശേഷത. ആ സവിശേഷത നമുക്കുണ്ടാ? ആ സവിശേഷത ഇല്ലാത്തവൻ സ്വഹാബത്തിൻ്റെ മാർഗത്തിലാണെന്ന് വല്ലാത്ത ആത്മവിശ്വാസത്തിൽ പറയരുത്, ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തിൽ പറഞ്ഞു പോകരുത്. സഹാബത്തിൻ്റെ സ്വഭാവം കൊണ്ടടക്കാൻ അതാണ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ സ്വഹാബത്തിൻ്റെ സ്വഭാവം കൊണ്ടടക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. സൂറത്തു തൗബ 128 ആയത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കണം. റസൂലുള്ളാഹിൻ്റെ ഒരു പ്രത്യേകത അള്ളാഹു പറഞ്ഞത് എന്തറിയോ? ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിശ്ചയമായിട്ടും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള ഒരു ദൂതനെ അയച്ചിരിക്കുകയാണ്. അസീസുൻ അലൈഹി മാ അനിതും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത ഒരു പ്രവാചകൻ. നബീനെ പറ്റി പറഞ്ഞതാ. നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയില്ല നബിക്ക്, നിങ്ങൾ പ്രയാസപ്പെടുന്നത്, നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സഹിക്കാൻ കഴിയില്ല. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അത്യാഗ്രഹമാണ് അദ്ദേഹത്തിന്. നിങ്ങൾക്ക് നന്മ ഉണ്ടാവാൻ, നിങ്ങൾക്ക് ഹിദായത്ത് ഉണ്ടാവാൻ, നിങ്ങൾക്ക് ഗുണകാംക്ഷാപരമായ നിങ്ങളോട് അത്യാർത്തി പിടിച്ച് നടക്കുന്ന ഒരാളാണ് നിങ്ങളുടെ റസൂൽ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വിശ്വാസികളോട് അങ്ങേയറ്റം കാരുണ്യവും ദയവും കൊണ്ട് നടക്കുന്ന ആൾ. അതാണ് നിങ്ങൾക്ക് വന്ന നബി. വിശുദ്ധ ഖുർആൻ പറയാം, ഇതാണ് നബി, ഇതാണ് റസൂൽ. വിശ്വാസികളോട് അങ്ങേയറ്റം കാരുണ്യം. വിശ്വാസികൾക്കൊരു പ്രയാസമുണ്ടായാൽ അവരുടെ മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ട്, കഠിനമാണ്, സഹിക്കാൻ കഴിയില്ല, പ്രയാസമുണ്ടാകും. മുഅ്മിനീങ്ങളോട് ദയാവായ്പ പുലർത്തുന്ന, മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റം കാരുണ്യം വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ, സ്വഭാവത്തിൻ്റെ ഉടമ, അതാണ് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും. നിങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള നബി ആ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. നമ്മൾ നബിനെ ഇത്തിബാ ചെയ്യുന്നവരാണല്ലോ. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്നവരല്ലേ. നമ്മൾ എന്താ ഇത്തിബാഇനെ പറ്റിയിട്ട് മനസ്സിലാക്കിയത്? ഇത്തിബാ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഞാൻ പറയട്ടെ, നമ്മളെ സങ്കല്പത്തിൽ ഇത്തിബാ എന്ന് പറഞ്ഞാൽ വെള്ളവസ്ത്രം ധരിക്കലാണ്. നമ്മൾ ഇത്തിബാഇനെ പറ്റിയിട്ടുള്ള കോൺസെപ്റ്റ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തിബാഇ, റസൂലുള്ളാഹിയെ പിൻപറ്റി എന്ന് അവകാശപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ വിചാരിച്ച കാര്യം എന്താ? കുറച്ച് വെള്ളവസ്ത്രം ധരിക്കുക, പിന്നെയോ നെരിയാണിക്ക് മുകളിൽ വസ്ത്രം കയറ്റി ഉടുക്കുന്നത് ശീലമാക്കുക, പിന്നെയോ താടി നീട്ടി വളർത്തുക, മീശ മുറിക്കുക. ഇതൊക്കെയാണ് നമ്മളെ ഇത്തിബാ. ഇതൊന്നും ഇത്തിബാ അല്ലാന്നോ, ഇതിനൊന്നും ചെറുതായിട്ട് കാണുകയല്ല. പക്ഷെ ഇത്രേ ഇത്തിബാ എന്ന് പറഞ്ഞാൽ ഓർമ്മ വന്നാൽ എന്താ അവസ്ഥ? ഇത്തിബാ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ആണ് എന്ന് വിചാരിച്ചു പോയാൽ എന്താണ് അവസ്ഥ? പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യാൻ നമ്മൾ ആകെ കുറച്ച് മേഖല ചുരുക്കി കാണിച്ച 40 വയസ്സെത്തുമ്പോഴത്തേന് നഖം വെട്ടിയിരിക്കും. ഇതാ നമ്മൾ ഇത്തിബാ. കാരണം ഫിഖ് അനുസരിച്ച് ഒരാൾ നഖം വെട്ടാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഏതാ? 40 വയസ്സാണ്. 40 വയസ്സത്തിൻ്റെ ഉള്ളിൽ വെട്ടണം എന്നാണ് ഫുഖഹാക്കളുടെ അഭിപ്രായം. അത് നമ്മൾ കണിശമാകും, അത് നമ്മൾ ഇത്തിബാ ആയിട്ട് കൊണ്ടടക്കും. ചിലർ തലപ്പാവ് വെക്കും, നബിയോട് ഇത്തിബാ ചെയ്യാൻ വേണ്ടിയിട്ട് തലപ്പാവ് വെക്കും. അത് ഇത്തിബാ ആണോ, ജബലിയായ സുന്നത്താണോ, ശരഈയായ സുന്നത്താണോ എന്നുള്ളത് ഒരു തർക്കമുള്ള വിഷയമാണ്. ഏതായാലും അതൊക്കെയാണ് നമ്മളെ ഇത്തിബാഇൻ്റെ അടയാളങ്ങൾ.
സ്വഭാവത്തിൽ എവിടെ റസൂല്? സ്വഭാവത്തിൽ എവിടെ റസൂൽ? നമ്മുടെ ജീവിതത്തിൽ ഇത്തിബാ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ നമുക്ക് പ്രയാസമുണ്ടായിട്ടുണ്ടോ? മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ ഉത്കണ്ഠയുണ്ടാവുക. ആ സ്വഭാവം നമുക്കുണ്ടോ? നമ്മുടെ അടുത്ത് മുസ്ലിമീങ്ങൾ ഒരു പ്രയാസം പറഞ്ഞു വന്നാൽ, ഒരു ദുഃഖം വന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ചെയ്തു കൊടുക്കാതെ അവഗണിച്ചാൽ മനസ്സിന് അസ്വസ്ഥതയുണ്ടാവണം. അപ്പോഴേ നമ്മൾ റസൂലുള്ളാഹിന്റെ സ്വഭാവത്തിലാവൂ, റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്തതാകൂ. അസീസുൻ അലൈഹി മാ അനിതും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് കാണുന്നത് സഹിക്കാൻ പറ്റാത്ത നബിയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അത്യാഗ്രഹം പിടിച്ച നബി, അങ്ങനെ ഖുർആൻ പ്രയോഗിച്ചത്. ഹരീസ് എന്ന് പറഞ്ഞാൽ എന്താ? അത്യാഗ്രഹമുള്ള ആളാണ്, ചെറിയ ആഗ്രഹമല്ല. നിങ്ങൾ രക്ഷപ്പെടുന്നത്, നിങ്ങൾ സന്മാർഗത്തിലാകുന്നത്, നിങ്ങളുടെ ഇഹവും പരവും നന്നാവുന്നത് വളരെ ആർത്തിയോടുകൂടി മനസ്സിൽ സൂക്ഷിക്കുന്ന നബി എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഈ ഇത്തിബാ എവിടെ? നമ്മൾ ജീവിതത്തിൽ സ്വഭാവത്തിൽ ഇത്തിബാ ചെയ്യാതെ, സ്വഭാവത്തിൽ ഇത്തിബാ ചെയ്യാതെ ഇസ്ലാമിനെ പകരാൻ പറ്റൂല കേട്ടോ, പകരാൻ പറ്റൂല. നമ്മൾ പറയുമല്ലോ, നമ്മുടെ പ്രസംഗത്തിൽ ഇസ്ലാമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം ഇല്ലെങ്കിൽ ആ രണ്ട് മേഖലയിൽ കൂടാണ് ഇസ്ലാമിനെ ആളുകൾ സ്വീകരിക്കുക. നമ്മൾ വഅദ് നടത്തുമ്പോൾ ആളുകൾ ഇസ്ലാമിനെ മനസ്സിലാക്കും, ഇസ്ലാമിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കും. അതുപോലെ തന്നെ നമ്മൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുമ്പോൾ ആളുകൾ ഇസ്ലാമിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കും. നമ്മുടെ വഅദ് നല്ലതും ജീവിതം ചീത്തയുമായാലുള്ള അവസ്ഥ എന്താ? വഅദ് നല്ലതാണ്, ജീവിതം ചീത്തയായാൽ, ഒരു ഇടപാട് നടത്തിയാൽ, നിങ്ങൾ ആലോചിച്ചു, ഒരു ഇടപാട് നടത്തിയാൽ ഏറ്റവും കണിശമായ സൂക്ഷ്മത പുലർത്തുന്ന ഇടപാട് നടത്തേണ്ടവനാണ് വിശ്വാസി. കഴിഞ്ഞൊരു ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, വളരെ മുമ്പുള്ളൊരു ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു വായ്പ വാങ്ങിയാൽ എങ്ങനെയാണ് അത് തിരിച്ചു കൊടുക്കേണ്ടതെന്ന് ഏറ്റവും മാന്യമായ രീതി പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതായത് ഞാൻ നിങ്ങളിൽ നിന്ന് 1 ലക്ഷം രൂപ ഞാൻ നിങ്ങളിൽ നിന്ന് വായ്പ വാങ്ങിയാൽ, ഞാനൊരു 10 കൊല്ലം മുമ്പാണ് വായ്പ വാങ്ങിയത് 1 ലക്ഷം രൂപ. എന്നിട്ട് 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ തരുമ്പോൾ നിങ്ങൾ പൊരുത്തപ്പെട്ടാൽ കറൻസി 1 ലക്ഷം രൂപ തന്നാൽ മതി, നിങ്ങൾ പൊരുത്തപ്പെട്ടാൽ അത് മതി. പക്ഷേ ഒരു വിശ്വാസിൻ്റെ സൂക്ഷ്മതയിൽ അവൻ ചെയ്യേണ്ട എങ്ങനെയാണ്? ആ 10 കൊല്ലം മുൻപ് 1 ലക്ഷം രൂപക്ക് എത്ര സ്വർണം വാങ്ങാൻ പറ്റുമോ അതാണ്, ആ പണം കണക്കാക്കിയിട്ടാണ്. അന്ന് 1 ലക്ഷം രൂപക്ക് 4 ഗ്രാം അല്ലെങ്കിൽ 4 പവൻ വാങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ 10 വർഷം കഴിഞ്ഞ് പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ അന്നത്തെ 4 പവൻ്റെ പൈസ തിരിച്ചു കൊടുക്കണം. ഇതാണ് മാന്യമായിട്ടുള്ള ഇടപാട്. നിരമറിച്ച് നമുക്കിടയിൽ നടക്കെങ്ങനെ 1 ലക്ഷം രൂപ വാങ്ങുന്നു, 10 കൊല്ലം കഴിഞ്ഞിട്ട് 1 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുന്നു. പരസ്പരം പൊരുത്തപ്പെട്ടത് കൊണ്ട് അത് കുഴപ്പമില്ല. പക്ഷെ അതല്ല ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും നല്ല വായ്പ വീട്ടുന്ന രീതി. വായ്പ വീട്ടുമ്പോൾ എന്തെങ്കിലും കൂട്ടിക്കൊടുക്കണം എന്നാണ്. പലിശയല്ലത്, മനസ്സിലായോ? പലിശയല്ല. നിങ്ങളിൽ നിന്നൊരു 100 രൂപ ഞാൻ വാങ്ങിയാൽ ഒരു 100 രൂപ തിരിച്ചു കൊടുക്കുമ്പോൾ അത് എന്തെങ്കിലും ഒന്ന് കൂട്ടിക്കൊടുക്കുക. പണമായിട്ട് മാത്രമല്ല, വേറെ ഗിഫ്റ്റായിട്ടോ എങ്ങനെയെങ്കിലും കൊടുക്കുക. അതൊരു മര്യാദയാണ്. ഇതെന്തിനാ ഇസ്ലാം പഠിപ്പിച്ചത്? ഇസ്ലാം പഠിപ്പിച്ചത് എന്തിനാ? സ്വഭാവം കൊണ്ട് മനുഷ്യന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വാസം കിട്ടണം. സ്വഭാവം കൊണ്ട്, എൻ്റെ സ്വഭാവം കൊണ്ട് നിങ്ങൾക്കൊരു സമാധാനം കിട്ടില്ല, എൻ്റെ സ്വഭാവം കൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് സമാധാനമില്ല, എൻ്റെ സ്വഭാവം കൊണ്ട് എൻ്റെ മക്കൾക്ക് സമാധാനമില്ല, എൻ്റെ സ്വഭാവം കൊണ്ട് എൻ്റെ സഹപ്രവർത്തകർക്ക് സമാധാനമില്ല, എൻ്റെ സ്വഭാവം കൊണ്ട് എൻ്റെ അയൽവാസിക്ക് സമാധാനമില്ല. പിന്നെ ഞാൻ എന്ത് മുസ്ലിമാ? എൻ്റെ എന്ത് ഇസ്ലാമാണ് ആളുകൾക്ക് അനുഭവിക്കാനുള്ളത്? എൻ്റെ വിശ്വാസമോ, അതെൻ്റെ താടിയോ, എൻ്റെ വെള്ളവസ്ത്രോ, ഇതാണ് ആളുകൾ അനുഭവിക്കാനുള്ളത്? അല്ല, എൻ്റെ സ്വഭാവം. അതെവിടെ? അതാ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് വന്ന നബിൻ്റെ സ്വഭാവം, നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അള്ളാഹു പരിചയപ്പെടുത്തി. എന്നിട്ട് എന്തിനാ പരിചയപ്പെടുത്തിയത്? നിങ്ങൾക്ക് ആ സ്വഭാവം ആർജിച്ചെടുക്കണം. നിങ്ങൾ ആ സ്വഭാവം ആർജിച്ചെടുക്കണം. നിങ്ങൾ കൃത്യമായി നിസ്കരിക്കുമല്ലോ. തറാവീഹ് 11 റക്അത്താണോ 23 റക്അത്താണോ? തറാവീഹ് 11 റക്അത്താണോ 23 റക്അത്താണോ? കേരളത്തിൽ വർഷങ്ങളായി, അല്ല നൂറ്റാണ്ടായി തുടങ്ങിയ തർക്കം ഇപ്പോഴും കണിശമായ എണ്ണത്തിൻ്റെ വിഷയം പരസ്പരം സംവദിച്ചു കൊണ്ടിരിക്കുന്നു. നല്ലത്, ചീത്തയല്ല ആ കാര്യം. ആളുകൾ അങ്ങനെ വിചാരിച്ചത്. ആ തർക്കം ചീത്തയാണെന്നാണ് വിചാരിച്ചത്. ആ തർക്കം ചീത്തയല്ല, ആ
ആ തർക്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചതിൻ്റെ എണ്ണം കൃത്യമായി അനുഷ്ഠിക്കാനുള്ള ആഗ്രഹമാണ് ആ തർക്കത്തിൻ്റെ പുറകിലുള്ളത്. ഇപ്പോഴും തർക്കം നടക്കുക ആളുകൾക്കിടയിൽ, വിവിധ സംഘങ്ങൾക്കും സംഘടനകൾക്കും ഇടയിൽ, മദ്ഹബുകൾക്കിടയിൽ ഒക്കെ തർക്കം നടക്കുക. 23 വേണോ 11 വേണോ, 11-ലധികം ആകാൻ പറ്റുമോ, 23-ൽ കുറയാൻ പറ്റുമോ, തർക്കം നടക്കാണ്. നല്ലതാണ് ആ തർക്കം. കണിശമായ സുന്നത്ത് അനുധാവനം ചെയ്യാൻ ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൻ്റെ എണ്ണങ്ങൾ കീറി മുറിച്ച് പഠിച്ച് അത് അനുഷ്ഠിക്കുക. എന്താ സ്വഭാവത്തിൽ അതില്ലാത്തത്? റസൂലുള്ളാഹിന്റെ സ്വഭാവത്തെപ്പറ്റി ഇങ്ങനെ ഒരു തർക്കമില്ല. റസൂലുള്ളാഹിന്റെ സ്വഭാവത്തെപ്പറ്റി ഇത്ര കണിശമായ പഠനമില്ല. റസൂലുള്ളാഹിയുടെ സ്വഭാവത്തെ പറ്റിയിട്ട് ഇത്ര വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈനുകൾ ആർക്കും സംസാരിക്കാനില്ല. സ്വഭാവത്തെ പറ്റി സംസാരിക്കാൻ റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? റസൂലുള്ളാഹിയുടെ സ്വഭാവം ലോകത്തൊരു കുഞ്ഞിനില്ല എന്നതാ. ആ പവിത്രമായ സ്വഭാവം ലോകത്തിന് മുഴുവൻ ഇത്തിബാ ചെയ്യാൻ, അനുകരിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവത്തെ അള്ളാഹു അത്ഭുതമാക്കി നിർത്തിയിരിക്കുകയാണ്. ആർക്കാ പറ്റുക? റസൂലുള്ളാഹിയെ പോലെ 100% ജീവിക്കാൻ ആർക്കാ പറ്റുക? ലോകത്തെ മുഴുവൻ മനുഷ്യൻ ഒരുമിച്ച് കൂടിയാലും പറ്റൂല. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തിന്റെ സവിശേഷത എന്താ? ചർച്ച ചെയ്യണം. മുസ്ലിം സംഘടനകൾ ചർച്ച ചെയ്യണം. മുസ്ലിം സംഘടനകൾ വഅലകളിൽ, ഖുതുബകളിൽ, സകല വേദികളിലും റസൂലുള്ളാഹിന്റെ സ്വഭാവത്തെ പറ്റി ചർച്ച ചെയ്യണം. എന്നിട്ട് ആ റസൂലുള്ളാഹിന്റെ സ്വഭാവം ഉണ്ടല്ലോ, തറാബീഹിന്റെ റക്അത്തിന്റെ എണ്ണത്തിൽ അത് സ്വീകരിക്കാൻ, ആചരിക്കാൻ എത്ര കണിശമായി നമ്മൾ പഠിക്കുന്നുവോ അത്ര കണിശമായിട്ട് റസൂലുള്ളാഹിന്റെ സ്വഭാവം കൂടി ഇത്തിബാ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അത്രക്ക് കണിശായിട്ട്. അങ്ങനെ നമ്മൾ തീരുമാനിച്ചാൽ, നിങ്ങൾ ആലോചിക്കുക, നമ്മൾ തീരുമാനിച്ചിട്ടന്നില്ലേ റസൂലുള്ളാഹിന്റെ സ്വഭാവ മേഖലയിൽ ഇത്തിബാ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചിട്ട് തന്നെയില്ല. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. നമ്മൾ ഇത്തിബാഇനെ പറ്റി പറയുമ്പോൾ സ്വഭാവത്തിൻ്റെ മേഖലയിൽ യാതൊരു ശ്രദ്ധയോ അവിടെ ആ മേഖല അതുമായി ബന്ധപ്പെട്ടതാണെന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ട് വിശ്വാസികളെ, സലഫുകളുടെ വിശ്വാസം സ്വീകരിച്ചാൽ മാത്രം പോരാ, സലഫുകളുടെ സ്വഭാവം സ്വീകരിക്കണം. അവരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് റുഹമാ ബൈനഹും, അവർക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിഗംഭീരമായ കാരുണ്യം നിലനിർത്തിയവരാ. നമ്മൾ നിലനിർത്തിയിട്ടുണ്ടോ? മുസ്ലിമീങ്ങൾക്കിടയിൽ, നിങ്ങൾ ആദ്യം മുസ്ലിമീങ്ങൾക്കിടയിൽ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കി ആരാണ് മുസ്ലിം? മുസ്ലിമീങ്ങൾക്കിടയിൽ നിലനിർത്തുന്ന ബന്ധം എന്ന് പറഞ്ഞാൽ ആരാണ് മുസ്ലിം അത് തീരുമാനിക്കണമല്ലോ. ആരാണ് മുസ്ലിം? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായിട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്നു, മൻ സല്ല സ്വലാത്തന, നമ്മുടെ നമസ്കാരം നമസ്കരിക്കുന്നവൻ, വസ്തഖബല ഖിബലതന, നമ്മുടെ ഖിബലയാക്കിയവൻ, കഅബാലയം ഖിബലയായി സ്വീകരിച്ചവൻ, 5 നേരം നിസ്കരിക്കുന്നവൻ, വഅകല ദബീഹതന, നാം അറുത്തത് ഭക്ഷിക്കുന്നവൻ. 3 ക്വാളിറ്റിയാ. ശരിക്കും മനസ്സിലാക്കിക്കോ, 3 കാര്യം പറഞ്ഞിട്ടുള്ളൂ. എന്താ? മൻ സ്വലാത്തന, നമ്മൾ നിസ്കരിക്കണോൻ, റസൂലുള്ളാഹിന്റെ നിസ്കാരം നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ 5 നേരം റസൂലുള്ളാഹി നിസ്കരിച്ച പോലെ നിസ്കരിക്കണോൻ. വസ്തഖബല ഖിബലതന, കഅബാലയത്തെ ഖിബലയായി സ്വീകരിച്ചവൻ. വഅകല ദബീഹതന, നമ്മൾ അറുത്തത് തിന്നുന്നവൻ, മുസ്ലിമീങ്ങൾ അറുത്തത് തിന്നുന്നവൻ. ഫദാലികൽ മുസ്ലിം, അവനെ മുസ്ലിമായി കണക്കാക്കിക്കൊള്ളൂ. അല്ലദീ ലഹു ദിമ്മത്തുല്ലാഹി വ ദിമ്മത്തു റസൂലിഹി, അവൻ അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും പ്രൊട്ടക്ഷൻ ഉണ്ട്. ഫലാ തുഖ്ഫിറുല്ലാഹ ഫീ ദിമ്മതിഹി, അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷനെ നിങ്ങൾ വഞ്ചിച്ച്, അള്ളാഹുവിന് ആ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ പടച്ചോനെ വഞ്ചിക്കാൻ നിങ്ങൾ നടക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പോൾ മുസ്ലിം ആരാ മുസ്ലിം? 5 നേരം നിസ്കരിക്കുന്ന, ഖിബിലയായി കഅബയെ സ്വീകരിച്ച മുസ്ലിങ്ങൾ അറുത്ത് തിന്നുന്നവനൊക്കെ മുസ്ലിമാ. അവരൊക്കെ മുസ്ലിമായിട്ട് കാണാൻ പാടൂ, മുസ്ലിമായിട്ട് തന്നെയേ കാണാൻ പാടൂ. അവരെ ചെറുതായി കാണാൻ നമുക്ക് അവകാശമില്ല. നമ്മുടെ അയൽവാസികളിൽ നിസ്കരിക്കുന്ന, ഖിബലയെ സ്വീകരിച്ച, നമ്മൾ അറുത്ത് തിന്നുന്നവൻ നമ്മൾ അയൽവാസിൻ്റെ ഫദാലിക്കൽ മുസ്ലിം, അപ്പോൾ അവൻ മുസ്ലിമാണ്.
നമ്മുടെ കുടുംബത്തിലുണ്ടോ ഫദാലിക്കൽ മുസ്ലിം, അപ്പോൾ അവൻ മുസ്ലിമായി. നമ്മുടെ സഹപ്രവർത്തകരിലുണ്ടോ? അത്രയുള്ള ക്വാളിറ്റി. അല്ലാതെ നമ്മൾ വിചാരിച്ച് നമ്മൾ പെരുപ്പിച്ചുണ്ടാക്കി മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാ അഖീദയും ശരിയായി. അത് അള്ളാൻ്റെ അടുത്ത മുസ്ലിമാ. അള്ളാൻ്റെ അടുത്ത് മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ള ഒരാളെ മുസ്ലിമായി സ്വീകരിക്കണമെങ്കിൽ അള്ള പറഞ്ഞത് മുഴുവൻ കേട്ടോൻ തന്നെ ആവണം, അള്ളാനെ മുഴുവനായി അനുസരിച്ചവനാകണം. പക്ഷേ മുസ്ലിമീങ്ങൾ പരസ്പരം ഒരാളെ മുസ്ലിമായി കാണണമെങ്കിൽ മൂന്നേ കാര്യമേ പോട്ടു. ഞാൻ ഒരാളെ, നിങ്ങൾ എന്നെ മുസ്ലിമായി കാണണോ, ഞാൻ കഅബാലയം സ്വീകരിച്ചവനാണ്, ഖിബിലായിട്ട് സ്വീകരിച്ചവനായാൽ മതി. ഞാൻ നിങ്ങളെ അർത്ഥ തിന്നുന്നവനായാൽ മതി, ഞാൻ നിസ്കരിക്കുന്നവനായാൽ മതി. എന്നെ മുസ്ലിമായി കണ്ടേ പറ്റൂ. നിങ്ങൾക്ക് എന്നെ നിങ്ങൾ മുസ്ലിമായി കാണുന്നില്ലെങ്കിൽ നിങ്ങൾ കാഫിറാകും. നിങ്ങളിതൊക്കെ ചെയ്താലും ശരി. ഞാൻ ഇത് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ ക്വാളിറ്റി ഉള്ളവനായിട്ട്, ഈ മൂന്ന് ക്വാളിറ്റി ഉള്ളവനായിട്ട് ഞാൻ ജീവിക്കേ നിങ്ങൾ എന്നെ മുസ്ലിമായിട്ട് അംഗീകരിക്കൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാഫിറായി. നിങ്ങൾ ഈ ക്വാളിറ്റി ഉള്ളവനായിട്ട് നിങ്ങൾ പിന്നെ നിസ്കരിക്കണവനാണ്, നിങ്ങൾ കഅബാലയം സ്വീകരിച്ചവനാണ് ഖിബിലയായിട്ട്, നിങ്ങൾ മുസ്ലിങ്ങൾ അർത്ഥത് ഭക്ഷിക്കണമെന്നാണെങ്കിൽ നിങ്ങളെ എന്ത് പോരായ്മ പറഞ്ഞിട്ടും, നിങ്ങളെ എന്ത് സൂക്ഷ്മത കുറവ് പറഞ്ഞിട്ടും, നിങ്ങളെ എന്ത് മഹാപാപം പറഞ്ഞിട്ടും നിങ്ങൾ മുസ്ലിം അല്ല എന്ന് പറയാൻ, അത് പ്രഖ്യാപിക്കാൻ എനിക്ക് അവകാശമില്ല. അങ്ങനെ ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാഫിറായി. ഞാൻ ഇതൊക്കെ ചെയ്താലും ശരി. അപ്പം ഇതാണ് അള്ളാഹ് പരസ്പരം നമുക്കിടയിൽ വെച്ചിട്ടുള്ള അതിർവരമ്പ്. എന്നാൽ അള്ളാൻ്റെ അടുത്ത് ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള പോലെ ജീവിച്ചിരിക്കണം. അത് അള്ളാൻ്റെ അടുത്താണ്, നമ്മളെടുത്തല്ല. നമ്മളെടുത്തൊരാൾ മുസ്ലിമായിട്ട് കണക്കാക്കണമെങ്കിൽ ഈ 3 നിബന്ധനകൾ സ്വീകരിച്ചാൽ മതി. ഞാൻ ചോദിക്കട്ടെ, ഈ 3 നിബന്ധന ഇല്ലാത്ത ആരാണ് നമ്മളെ കൂട്ടത്തിലുള്ളത്? ഈ 3 നിബന്ധന ഇല്ലാത്ത കുടുംബക്കാർ, ഈ 3 നിബന്ധനകൾ പാലിച്ചിട്ടില്ലാത്ത അയൽവാസികൾ, ഈ 3 നിബന്ധന പാലിച്ചിട്ടില്ലാത്ത കൂട്ടുകാർ, ഈ 3 നിബന്ധനകൾ പാലിക്കപ്പെട്ടിട്ടില്ലാത്ത സഹപ്രവർത്തകർ, ആരാ നമ്മളെ കൂട്ടത്തിലുള്ളത്? ഇത് ത്യജിച്ചിട്ടുള്ളത് ആരാ ഉള്ളത്? എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹക്ക് കൊടുക്കണം. മുസ്ലിമിൻ്റെ എല്ലാവരും ഹക്ക് കൊടുക്കണം. അവിടെ സുന്നി പറഞ്ഞ് കളിച്ചിട്ട് കാര്യമില്ല, അവിടെ മുജാഹിദും ജമാഅത്തും തബ്ലീഗും സംഘടനാ വ്യത്യാസം പറഞ്ഞിട്ട് കാര്യമില്ല. മറിച്ച് മുസ്ലിമായി കണ്ടേ പറ്റൂ, മുസ്ലിമിൻ്റെ അവകാശം കൊടുത്തേ പറ്റൂ. മുസ്ലിമായി കണ്ടേ പറ്റൂ, മുസ്ലിമിൻ്റെ അവകാശം കൊടുത്തേ പറ്റൂ. അത് തുടങ്ങാതെ രക്ഷയില്ല. വിശ്വാസികൾ പരസ്പരം മുസ്ലിമീങ്ങൾക്കിടയിൽ കാരുണ്യം വെച്ച് പുലർത്താത്തവർ സ്വഹാബത്തിന്റെ സ്വഭാവത്തിന്റെ ഉടമകളല്ല. ഖുർആൻ പ്രഖ്യാപിച്ചതാ റഹമാഉ ബൈനഹും. ഈ സ്വഭാവം ആർക്കുണ്ട്? വല്ലദീന മഅഹു, അദ്ദേഹത്തിനോടൊപ്പമുള്ളവർക്കുണ്ട്. റസൂലുള്ളാഹിന്റെ ഒപ്പമുള്ളവർക്ക് ഈ സ്വഭാവമുണ്ട്. അശിദ്ദാഉ അലൽ കുഫാർ, സത്യനിഷേധികളോട് കഠിനമായിരിക്കും. എന്നാൽ റഹമാഉ ബൈനഹും, അവർക്കിടയിൽ പരസ്പരം കാരുണ്യം, വിട്ടുവീഴ്ച, ആ സ്വഭാവം വെച്ച് പുലർത്തുന്നവരായിരിക്കും അവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് വിശ്വാസികളെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചോളണം. അത് എത്രത്തോളം സ്വന്തം കൂടപ്പിറപ്പുകൾ 2 ബന്ധാണ്. ഒന്നെന്താ? ഒന്ന് ഫദാലിക്കൽ മുസ്ലിം എന്ന് പറഞ്ഞില്ല, ആ ബന്ധമുണ്ട്. 2 രക്തബന്ധമുണ്ട്. സ്വന്തം കൂടപ്പിറപ്പുകളോട് പോലും മുസ്ലിമിന് കൊടുക്കേണ്ട ഹക്ക് കൊടുക്കാൻ കൂട്ടാക്കാത്ത ആളുകൾ, സ്വന്തം കൂടപ്പിറപ്പിന്, ബന്ധുക്കൾക്ക്, അയൽവാസികൾക്ക്, സഹപ്രവർത്തകർക്ക് മുസ്ലിമിന് കൊടുക്കേണ്ട ഹക്ക് കൊടുക്കാത്തവൻ, അവനൊക്കെ വലിയ സലഫിയും വലിയ പിന്നെ മൻഹജും പറഞ്ഞിട്ടിരിക്കുക, വലിയ അഹ്ലുസുന്ന പറഞ്ഞിട്ടിരിക്കുക, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെന്ന് പറഞ്ഞിട്ടിരിക്കുക, വലിയ തർബിയത്തിന്റെയും തസ്ഖിയത്തിന്റെയും ആളുകളെന്ന് സ്വയം അവകാശപ്പെട്ടിട്ടിരിക്കുക. എന്താ മുസ്ലിമുകൾക്കിടയിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഹക്ക്? പരസ്പരം കൊടുക്കേണ്ട ഹക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു പറയാ, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, മുസ്ലിമീങ്ങൾക്കിടയിൽ പരസ്പരം ബാധ്യതയുള്ളത് 6 ആകുന്നു. ഈ 6 എണ്ണം പരസ്പരം കൊടുക്കാത്തവൻ അവന്റെ പരലോകം സൂക്ഷിച്ചിരുന്നോട്ടെ. ഇതാണ് ഏറ്റവും ലാസ്റ്റ്. വിശ്വാസികൾക്കിടയിൽ അടിസ്ഥാനം എന്ന് പറയില്ല, ബേസ് എന്ന് പറയില്ല, ഇതുമെന്ന് തുടങ്ങാവൂ, ഇതിന്റെ താഴേക്കില്ല പരസ്പര ബന്ധം, ഇതിന്റെ താഴേക്കില്ല, ഇതാണ് ആരംഭിക്കുന്നത്. അത് റസൂലുള്ള പറഞ്ഞ ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, മുസ്ലിമീങ്ങൾക്ക് മുസ്ലിമിന് മേലുള്ള ബാധ്യത, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന് മേലുള്ള ബാധ്യത 6 ആകുന്നു. ഈ 6 എണ്ണം
ഏതെങ്കിലും മുസ്ലിമിനോട് സംഘടനാ പേര് പറഞ്ഞിട്ടോ, കുടുംബത്തിന്റെ വഴക്ക് പറഞ്ഞിട്ടോ, ഗ്രൂപ്പ് വഴക്ക് പറഞ്ഞിട്ടോ, പാർട്ടി വഴക്ക് പറഞ്ഞിട്ടോ, മദ്ഹബിന്റെ ഭിന്നത പറഞ്ഞിട്ടോ, ത്വരീഖത്തിന്റെ വ്യത്യാസം പറഞ്ഞിട്ടോ ആരെങ്കിലും ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുൻപിൽ അവൻ ഹാജരാവുക സ്വഹാബത്തിന്റെ കൂട്ടത്തിലാവില്ല, അവരുടെ സ്വഭാവത്തിൽ നിന്ന് പുറത്തുള്ള ചെമ്മാടികളുടെ കൂട്ടത്തിലായിരിക്കും. 6 എണ്ണം. ആ 6 എണ്ണം ഞാൻ പറഞ്ഞു തരാം. ഇദാ ലഖീതും ഫസല്ലിം അലൈഹി. കണ്ടുമുട്ടിയാൽ സലാം പറയണം. കണ്ടുമുട്ടിയാൽ സലാം പറയണം. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോഴത്തെ അവസ്ഥ സലാം മുടക്കലാണ്. മടക്കലല്ല, മുടക്കലാണ്. ഇപ്പോൾ പരസ്പരം സലാം ചെല്ലാതിരിക്കാൻ, പരസ്പരം ഇത് സലാം ചെല്ലാത്ത ആളുകൾ മുസ്ലിങ്ങളെ കണ്ടുമുട്ടിയാൽ ഇദാ ലഖീതഹു, അവനെ നീ കണ്ടുമുട്ടിയാൽ ഫസല്ലിം അലൈഹി, സലാം ചെല്ലണം. അസ്സലാമു അലൈക്കും എന്ന് പറയണം, മടക്കം പാടണം. ഇത് മുസ്ലിങ്ങൾക്കിടയിലുള്ള ബാധ്യതയാണ്. ഇത് മുടക്കൽ ആദ്യം. സുന്നി മുജാഹിദിനോട് സലാം പറയില്ല. ഏത് ദീനാണ് ഇവർ ആളുകൾക്ക് കൊടുക്കുന്നത്? സുന്നി മുജാഹിദിനോട് സലാം പറയില്ല, മുജാഹിദ് സുന്നിനോടും പറയില്ല. എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. സുന്നിയത്ത് കൂടിയിട്ട് മുജാഹിദിയത്ത് കൂടിയിട്ട് ആളുകൾ എങ്ങനെ ഔട്ടാകുന്നു ദീനി എന്നുള്ളതിൻ്റെ തെളിവാണിത്. ആളുകൾ എങ്ങനെ ഇസ്ലാമിന്ന് ഔട്ടാകുന്നു എന്നുള്ളതിൻ്റെ തെളിവാ. ദീന് കൂടിയപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കിയോ, ദീൻ കൂടിയപ്പോൾ അവരെടുത്ത തീരുമാനം എന്താ അറിയോ? നിങ്ങൾ ഇനി സലാം ചെല്ലൂലാന്ന്. ഇതാണ് ദീൻ കൂടിയത്? അതോ ശൈത്താൻ കൂടിയതാണ് അവന്? ദീൻ കൂടിയവന്റെ തീരുമാനത്തിൽ സലാം വ്യാപിപ്പിക്കലാണ്. അറിയുന്നവർക്കും അറിയാത്തവർക്കും ആണിനും പെണ്ണിനും കുട്ടിക്കുമൊക്കെ സലാം വ്യാപിപ്പിക്കുക. നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക. ഇതാണ് ദീൻ കൂടിയാൽ ഉണ്ടാവേണ്ട കൾച്ചർ. പക്ഷേ നമ്മളെ ദീൻ കൂടിയപ്പോൾ ഉണ്ടായ കൾച്ചർ ഏതാ? സലാം പരസ്പരം ചൊല്ലൂല, ചൊല്ലിയാൽ മടക്കൂല. വഅലൈക്കും എന്നേ പറയുള്ളൂ, വഅലൈക്കും സലാം എന്ന് പറയില്ല. ചില ആളുകൾ, ചില മുസ്ലിയാക്കന്മാരോട് നിങ്ങൾ സലാം ചൊല്ലി നോക്കൂ. ചില മുസ്ലിയാക്കന്മാരോട് ചില ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകൾ സലാം ചൊല്ലിയാൽ വഅലൈക്കും എന്നേ പറയുള്ളൂ, അസ്സലാം വരൂല. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്ലി കിതാബിന് വഅലൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തില, ജൂതൻ്റെ നസാറാക്കളുടെ കൂട്ടത്തില സംഘടന മാറിയതിൻ്റെ പേരിൽ എണ്ണുന്നത്. അവൻ മുസ്ലിമായിട്ട് നാളെ അള്ളാൻ്റെ മുമ്പിൽ എഴുന്നേക്കും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സംഘടന മാറിയതിൻ്റെ പേരിലേ കേരളത്തിലെ മുസ്ലിമീങ്ങളെ കൾച്ചറാ. 2 സംഘടന ആയതുകൊണ്ട് അഹ്ലി കിതാബിന് സലാം അടക്കും നബി, അതുപോലെ മടക്കാം. എന്താ അഹ്ലി കിതാബിന് നബി സലാം അടക്കം കാരണം? ആയിഷ ബീവി പ്രത്യേകം പറഞ്ഞു. അഹ്ലി കിതാബ് വന്നിട്ട് നബിൻ്റെ അടുത്ത് വന്നിട്ട് പറയും അസ്സാമു അലൈക്കും എന്ന് പറയും. ഈ അസ്സാം അങ്ങോട്ട് പറയും, ലാം അങ്ങോട്ട് വിട്ടിട്ട് അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാശം ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് മരണം ഉണ്ടാവട്ടെ എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക്കും എന്ന് പറയും. ആയിഷ ബീവി റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂലെ അവരെന്താണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? അസ്സാമു അലൈക്കും എന്നാണ് പറയുന്നത്, അസ്സലാമു അലൈക്കും എന്നല്ല. അവർ കോട്ടി മാട്ടാണ്, ലാമിനെ മാറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ അടുത്ത് എന്ത് ചെയ്യാണ്? അവർ നബിക്കെതിരെ ശാപപ്രാർത്ഥന നടത്തുക. അപ്പം നബി വഅലൈക്കും എന്ന് പറയും. അപ്പോൾ ആയിഷ ബീവി ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ എനിക്കത് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വഅലൈക്കും എന്ന് പറഞ്ഞത്. ഇനി അസ്സലാമു അലൈക്കും എന്നാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്നാണെങ്കിൽ വഅലൈക്കും നിങ്ങൾക്കും സമാധാനം ഉണ്ടാവട്ടെ എന്നായി. ഇനി അസ്സാമു അലൈക്കും നിങ്ങൾക്ക് നാശം ഉണ്ടാവട്ടെ എന്നാണ് അവർ പറഞ്ഞെങ്കിൽ വഅലൈക്കും നിങ്ങൾക്ക് അതന്നെ ഉണ്ടാവട്ടെ. ഈ ഒരു വിഷയം വന്നപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സാം വഅലൈക്കും എന്ന് പറഞ്ഞത്. അതെടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ പരസ്പരം മുസ്ലിമീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്ലൈ ചെയ്ത് കളിക്കുകയാണ് മുസ്ലിയാക്കന്മാരുടെ നേതൃത്വത്തിൽ. പരസ്പരം സലാം ചൊല്ലാതിരിക്കാൻ പഠിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാർ. ശൈത്താൻ എവിടെ എന്നറിയണമെങ്കിൽ, വഴിപഴച്ച പണ്ഡിതൻ എവിടെ എന്നറിയണമെങ്കിൽ മുസ്ലിമീങ്ങളെ കൊണ്ട് പരസ്പരം സലാം ചൊല്ലിക്കാത്ത പുരോഹിതനാരാ? അവനാണ് വഴികെട്ടോൻ. നിങ്ങൾ മനസ്സിലാക്കിക്കോ, അതെത്ര വലിയവനായാലും. കാരണം എന്താ? അള്ളാഹുവിൻ്റെ റസൂൽ പറയാ ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. മുസ്ലിങ്ങൾ പരസ്പരമുള്ള ഹക്കാണ്. ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി. കണ്ടുമുട്ടുമ്പോൾ സലാം പറയണമെന്നത് നിങ്ങൾക്കിടയിലെ മര്യാദയായിരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ പറയാ. അല്ല, ഈ കേരളത്തിലെ സലാം പറയാത്ത ആളുകൾക്ക് ധൈര്യമുണ്ട്, ഞാൻ സലാം പറയാത്ത മുസ്ലിങ്ങളൊക്കെ കാഫറുകളെന്ന് അത് പറയട്ടെ. അവരെ കാഫറായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് കാഫറിനോടുള്ള പെരുമാറ്റമുള്ളൂ എന്ന് പറയട്ടെ. അത് പറഞ്ഞാൽ ഈ ചെയ്തോം കാഫറാവും. അപ്പോൾ ഒന്നാമത്തെ ഹക്കത. ഇനി രണ്ടാമത്തെ എന്താ? വഇദാ ദഅക ഫഅജിബ്ഹു. അവൻ നിന്നെ ക്ഷണിച്ചാൽ ആ ക്ഷണം നീ സ്വീകരിച്ചോണം. വിരുന്ന് വിളിച്ചാൽ പൊയ്ക്കോളണം. അത് ബഹിഷ്കരിക്കാനുള്ള താപ്പ് നോക്കി അടക്കല സലഫിയത്ത്. അതിപ്പോൾ ചില സലഫികളാണ്.
എന്താ പറയുക, കല്യാണത്തിന് വിളിച്ചാൽ വലീമത്തിൻ്റെ കാര്യത്തിൽ വലിയ വലിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുന്നു, വിപ്ലവകരമായ കാഴ്ചപ്പാടെന്ന് പറയുന്നു, അവതരിപ്പിക്കുന്നു. കുറേ കാലം മുമ്പുള്ള സലഫിയത്തിൻ്റെ ട്രെൻഡ് എന്തായിരുന്നു? ചായയും ബിസ്ക്കറ്റ് അല്ലാത്ത വലീമത്തൊക്കെ ബഹിഷ്കരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ദീൻ കൂടിയിട്ട് മനുഷ്യന്മാർ പറഞ്ഞുണ്ടാക്കിയാണ്. ചായയും ബിസ്ക്കറ്റും അല്ലാത്ത എല്ലാ വലീമത്തും ബഹിഷ്കരിക്കണം. ബിരിയാണി കൊടുത്താലോ വലീമത്തായിട്ട്, മാംസം കൊടുത്താലോ ബഹിഷ്കരിക്കണം. കാരണം എന്താ? ആർഭാടാണ് ഇതാ സലഫിയത്തിൻ്റെ. ഇതെന്ത് സലഫിയത്താ? സ്വഹീഹുൽ ബുഖാരി എടുത്തു നോക്കി, വലീമത്തിന്റെ ബാബ് എടുത്തു നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച 2 ഹദീസ് അവിടെ കാണാം. ഒന്നറിയോ? ഔലിം വലൗ ബിശാത്തിൻ, ഒരു ആടിനെ അറുത്തെങ്കിലും നീ വലീമത്ത് കൊടുക്കൂ. അറ്റ്ലീസ്റ്റ് 1 ആട് എന്നാ പറഞ്ഞത് റസൂലുള്ളാഹ്. അറ്റ്ലീസ്റ്റ് ഒരാടിനെ അറുത്തെങ്കിലും നീ വലീമത്ത് കൊടുക്കും. റസൂലുള്ളാഹ് പറഞ്ഞത് വലീമത്ത് വിപുലമാക്കാനാ പറഞ്ഞത്. നമ്മൾ പഠിപ്പിച്ചതോ? നമ്മളെ വലീമത്ത് എന്ന് പറഞ്ഞാൽ പഴയ കമ്മ്യൂണിസ്റ്റുകാരെ വലീമത്ത് പോലാണ്. ചായയും ബിസ്ക്കറ്റാക്കി ചുരുക്കുക സലഫിയത്ത്. ദീനല്ല ഇത്. ദീന് നോക്കണമെങ്കിൽ ഔലിം വലൗ ബിശാത്തിൻ, ഒരു ആടിനെ അറുത്തെങ്കിലും നീ വലീമത്ത് കൊടുക്കണം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? വലീമത്തിന് ക്ഷണിച്ചിട്ട് ഉത്തരം ചെയ്യാത്തവൻ അസല്ലാഹ വറസൂലഹു, അവൻ അള്ളാനെ റസൂലിനെ ധിക്കരിച്ചവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. നമ്മളെ സലഫിയത്ത് എന്താ? ഒരു ആളുടെ പാർട്ടി എങ്ങനെ ബഹിഷ്കരിക്കാം, അതാണ് നമ്മളെ ഗവേഷണം. എങ്ങനെ ഒരു മുസ്ലിമിന്റെ ക്ഷണം ബഹിഷ്കരിക്കാം? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ അവൻ നിന്നെ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിച്ചേ പറ്റൂ. 2-മത്തെ. ഇനി 3-മത്തെ എന്താ? അവൻ നിന്നോട് ഉപദേശം തേടിയാൽ കൊടുത്തേ പറ്റൂ. അവൻ്റെ കാര്യത്തിൽ ഒരു ആവശ്യം നിന്നോട് ചോദിച്ചാൽ അത് അന്വേഷിച്ച് പറഞ്ഞു കൊടുത്തപ്പറ്റി. നിനക്കറിയില്ലെങ്കിൽ അറിയുന്ന ആളുടെ അടുത്ത് മുട്ടിച്ചു കൊടുത്തേ പറ്റൂ. എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ സ്ഥലമില്ല. ഒരു മുസ്ലിം വന്നിട്ട് പറയാ, വലിയ മുസ്ലിം അല്ലട്ടോ, നമ്മളെ കോൺസെപ്റ്റിൽ നമ്മൾ പണിത് വെച്ച വലിയ മുസ്ലിം അല്ല. ഈ 3 ക്വാളിറ്റിയുള്ള മുസ്ലിം അർത്ഥത്തിനും നിസ്കരിക്കും, കഅബാലയം സ്വീകരിച്ചിട്ടുണ്ട്, ഇത്രയുള്ള ഫദാലിക്കൽ മുസ്ലിം, അവനെ മുസ്ലിമായി കണ്ട ആ മുസ്ലിം വന്നിട്ട് നമ്മോട് പറയാ, എൻ്റെ കുട്ടീനെ പഠിപ്പിക്കാൻ കാശില്ല, എനിക്ക് എവിടെയാണ് എൻ്റെ കുട്ടിയെ പഠിപ്പിക്കാൻ എനിക്കൊരു ആശ്രയമുള്ളത്, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് പോകലല്ല മുസ്ലിമിൻ്റെ പണി. ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് അന്വേഷിക്കണം, സോഴ്സുകൾ അന്വേഷിക്കണം, പറഞ്ഞു കൊടുക്കണം. എന്നോട് ഉപദേശം തേടിയിട്ടുണ്ടെങ്കിൽ ഉപദേശം കൊടുക്കണം. 3. ഇങ്ങനെയാണോ നമ്മൾ പരസ്പരമുള്ളത്? ഇങ്ങനെയാണോ നമ്മൾ പരസ്പരമുള്ളത്? 3-മത്തത് അതാണ്. ഇനി 4-മത്തതോ? അവൻ തുമ്മുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നത് കേട്ടാൽ മറുപടി കൊടുത്തോളണം. ഒരുത്തൻ തുമ്മിയാൽ ഹംദ് പറഞ്ഞു കേട്ടാൽ അതിന് മറുപടി കൊടുത്തോളും. മുസ്ലിങ്ങൾക്കിടയിലുള്ള ബാധ്യത 6-എണ്ണത്തിൽ റസൂലുള്ളാഹി തന്നെ. ഇനി 5-മത്തതോ? അവൻ രോഗിയായാൽ അവനെ സന്ദർശിക്കാൻ പോണം. അവന് രോഗിയായാൽ അവനെ സന്ദർശിക്കണം. അവന് മരണപ്പെട്ടാൽ അവൻ്റെ മയ്യത്തിന് അനുധാവനം ചെയ്യണം, ജനാസക്ക് പുറകെ പോകണം. ഈ 6 ബാധ്യത ആർക്കിടയിലാ? നമ്മൾ പരസ്പരം ഔലിയാക്കന്മാരാവണ്ട ഈ ബാധ്യത അങ്ങോട്ടും കൂടെ ആവാൻ. മനസ്സിലായോ? ലോക്കൽ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാവേണ്ട പരസ്പര ബാധ്യത ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ 6 ഇല്ലെങ്കിൽ അള്ളാഹ് നാളൊരു പിടുത്തം പിടിക്കും. ഈ 6 ബാധ്യത പരസ്പരം കൊടുക്കണില്ലെങ്കിൽ അള്ളാഹ് നാളെ ഒരു പിടുത്തം പിടിക്കും. റുഹമാ ബൈനഹും, അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യമുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞ സ്വഭാവം നമ്മളിൽ കാണണം ഇൻഷാ അള്ളാഹ്. ഇനിയും കുറച്ചും കൂടി വിശ്വാസികൾക്കിടയിൽ ഉണ്ടാവേണ്ട സ്വഭാവങ്ങളുണ്ട്. അടുത്ത ഖുത്ബയിൽ നമുക്ക് സൂചിപ്പിക്കാം. റബ്ബ് സുബ്ഹാനഹു തആല വിശ്വാസികൾ പരസ്പരം പാലിക്കേണ്ട എല്ലാ സൽസ്വഭാവങ്ങളും പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സലഫുകളുടെ സ്വഭാവ സവിശേഷതകൾ ജീവിതത്തിൽ സ്വാംശീകരിച്ചെടുക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ
ജുമുഅയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പലതവണ നമ്മൾ ഉണർത്തിയിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഖുതുബ എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഒരു വഅളല്ല. സാധാരണ ഒരു വഅളിൽ പോയാൽ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളത് വാജിബല്ല. എന്നാൽ ജുമുഅക്ക് വന്നവൻ ജുമുഅ കേൾക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല, വാജിബാണ്. സംസാരിച്ചാൽ അത് തെറ്റാണ്. ജുമുഅ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ തൻ്റെ മൊബൈലിലെ മെസ്സേജ് പരിശോധിക്കുന്നത് തെറ്റാണ്, അത് തെറ്റാണ്. എന്നാൽ ഒരു പ്രസംഗം കേൾക്കുന്നതിൻ്റെ ഇടയിൽ മൊബൈലിൽ മെസ്സേജ് നോക്കിയാൽ അത് തെറ്റല്ല. ജുമുഅ വേറെയാണ്, ഖുതുബ വേറെയാണ്. ഒരാൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാലോ, നബി പറഞ്ഞതെന്താ? സംസാരിക്കുന്ന ഒരുത്തനെ കാണുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കൂ, ഖുതുബ കേൾക്കൂ എന്ന് പറഞ്ഞവൻ തന്നെ തെറ്റുകാരനായിരുന്ന. അത്രക്കും മുണ്ടണ്ട, വായിന്ന് വാക്ക് പുറത്തേക്ക് വരണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ജുമുഅക്ക് വന്നാൽ, ഖുതുബക്ക് വന്നാൽ അതൊരു ആരാധനയായിട്ട്, നമസ്കാരത്തെപ്പോലെ തന്നെ അതിനെ കണ്ട് ഒരു ആരാധനയായിട്ടിരിക്കുക. അവിടെ സംസാരിക്കണ്ട, അവിടെ ഒരു വഴലിൻ്റെ സമീപനം അതിനോട് സ്വീകരിക്കണ്ട, മറിച്ച് അതൊരു ആരാധനയാണ്. മൊബൈലുകൾ ഉപയോഗിക്കരുത്. പലപ്പോഴും ആളുകൾ പറയുന്നത്, മുകളിലൊക്കെ പല ആളുകളും ഈ ഖുതുബക്കിടയിൽ മൊബൈലുകളിൽ മെസ്സേജ് അയക്കലും പരസ്പരം സംസാരിക്കലും കാണുന്നു. ഒന്ന് ഉണർത്തണം എന്നാണ് പറയുന്നത്. എന്താണ് ഇതൊക്കെ? മുസ്ലിം സൊസൈറ്റിനെ ഉണർത്തേണ്ട വരുന്നുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ഖുതുബ കേൾക്കുമ്പോഴേ മൊബൈൽ ഉപയോഗിക്കരുതെന്ന് പറയേണ്ടി വരുന്നത് എന്ത് ലജ്ജാവഹമാണ്. ആലോചിക്കുക, എന്ത് നാണം കെട്ട ഏർപ്പാടാണ്, നാണം കെട്ട ഉപദേശമാണത്. ഖുതുബ കേൾക്കുമ്പോഴേ ഒരു വിശ്വാസിക്ക് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ബോധമല്ലേ? ഖുതുബ പറയുന്നത് കേൾക്കുമ്പോൾ അത് സംസാരിക്കാൻ പാടില്ല. ഖുതുബ പറയുന്നത് കേൾക്കുമ്പോൾ മെസ്സേജ് അയക്കാനും കോൾ ചെയ്യാനും വാട്സപ്പ് ചെയ്യാനും ഒന്നും പാടില്ല എന്നത് അടിസ്ഥാനപരമായി അറിയേണ്ട കാര്യമല്ലേ? അതൊരാളെ ഉപദേശിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ ഉപദേശിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് നാണം കെട്ട ഉപദേശമായിട്ട് ഇത് മാറും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊരു ആരാധനയാണ്. നിങ്ങൾക്ക് വഅലിൻ്റെ പരിഗണനയിൽ ഇതിനെ കാണരുത്, ഖുതുബയെ കാണരുത്. അതൊരു ആരാധനയുടെ പരിഗണനയിൽ കാണണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കസേരകളും ചാരിയിരിക്കാൻ പറ്റുന്ന ഇരിപ്പിടങ്ങളൊക്കെ അതുപോലെ തന്നെ അസുഖമുള്ള വയ്യാത്ത ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അവിടെ ആരോഗ്യമുള്ള ചെറുപ്പക്കാരായ ആളുകൾ കയറിയിരിക്കുകയും രോഗികളായ പ്രായമുള്ള ആളുകൾക്ക് ഇരിക്കാൻ അവിടെ പറ്റാതെ മാറിയിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയും ഇല്ലാതെ ശ്രദ്ധിക്കണം. കുറച്ച് കാലമാണ് നേർന്നിരുന്ന് അള്ളാൻ്റെ പള്ളിയിലിരിക്കാനും വയത് കേൾക്കാനൊക്കെ ഖുതുബ കേൾക്കാനൊക്കെ പറ്റുള്ളൂ. കുറച്ചും കൂടി നാൾ കഴിഞ്ഞാൽ ജാരിയിരിക്കാനുള്ള അർഹത നമുക്ക് ആവും താനെ. ആ അർഹത ആവാത്ത കാലം എന്ന് പറഞ്ഞാൽ ഹൈറായ കാലമാണ്. ആ കാലത്ത് ആരോഗ്യം കുറവുള്ള ആളുകൾക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുക, ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി സഹകരിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ഒരു ശീലാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശിഷ്ട സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി നമ്മളെല്ലാം മാറ്റുമാറാകട്ടെ. നമ്മളെ മക്കളെ, നമ്മളെ കുടുംബത്തെ, നമ്മളെ സന്താന പരമ്പരകളെ മുഴുവൻ സലഫുകളുടെ സ്വഭാവവും വിശ്വാസവും പരിശുദ്ധിയും പേറുന്ന, അത് ജീവിതത്തിൽ സ്വാംശീകരിച്ചെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൽസ്വഭാവത്തിൻ്റെ സലഫുകളോടൊപ്പം പരലോകത്ത് ഉയർത്തെഴുന്നേൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസത്തിലും അനുഷ്ഠാനത്തിലും ആരാധനയിലും സ്വഭാവത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ ജീവിപ്പിക്കുമാറാകട്ടെ. അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ മരിപ്പിക്കുമാറാകട്ടെ. അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒന്നൊഴിയാതെ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈ നിമിഷം വരെ നമ്മിൽ നിന്ന് സംഭവിച്ച വൻപാപങ്ങളും ചെറുപാപങ്ങളും സകല പാപങ്ങളും അള്ളാഹു ഒന്നൊഴിയാതെ നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ, മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ജീവിതത്തിൻ്റെ ഉടമകളായി ജീവിതത്തിലെ പാപക്കറകൾ മുഴുവൻ മായ്ച്ചു കളഞ്ഞ് ഈ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള ശിഷ്ടകാലങ്ങളിൽ പാപങ്ങളിൽ നിന്ന് പരമാവധി അകന്നു നിന്ന് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇനി അഥവാ
പാപങ്ങൾ സംഭവിച്ചു പോയാൽ തൗബ ചെയ്ത് പരിശുദ്ധരായി മടങ്ങാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുന്ന ഹതഭാഗ്യവാന്മാരിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ, അല്ലാഹു തൃപ്തിപ്പെട്ട പൊരുത്തപ്പെട്ട നന്മ ചെയ്യുന്ന വേളയിൽ മരിച്ചു പോകാൻ, ഈമാനോടെ മരിച്ചു പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബ النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.